ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിയർ സിമ്പിൾ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ വീട്ടുപറമ്പിൽ തന്നെ കിട്ടുന്ന ഒരു ഐറ്റം വെച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ റെസിപ്പിയാണ്. നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത നമ്മുടെ ഭക്ഷണങ്ങളിൽ മസ്റ്റായിട്ടും ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുള്ള ചില ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്. അതിൽ പെടുന്ന ഒന്നാണ് നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ. നല്ല രീതിയിൽ ഫൈബർ കണ്ടന്റ് അടങ്ങിയ ഒരു ഭക്ഷണ പദാർത്ഥമാണ് ഈ കാണുന്നത്. ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയായിരിക്കും ഇതെന്താണെന്നുള്ളത്. നമ്മുടെ വാഴയുടെ കാമ്പാണിത്. ചില സ്ഥലങ്ങളിൽ കാമ്പ് എന്ന് പറയാറുണ്ട്, ചില സ്ഥലങ്ങളിൽ വാഴപ്പിണ്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ചെറിയൊരു കഷ്ണം കാമ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ മറ്റു പച്ചക്കറികൾ കട്ട് ചെയ്യുന്നത് പോലെയല്ല കേട്ടോ ഈ ഒരു പച്ചക്കറി കട്ട് ചെയ്യുന്നത്. ആദ്യം വട്ടത്തിൽ കട്ട് ചെയ്ത ശേഷം നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു മീഡിയം തിക്നെസ്സിൽ വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ വേണ്ട നമ്മളിത് മുഴുവനായിട്ടും വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ അടുക്കി വെച്ച് വീണ്ടും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ദേ നമ്മളിത് മുഴുവനായിട്ടും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഒരല്പം കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ദേ ഇതിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് 2 വിസിലിനൊന്ന് വേവിച്ചെടുക്കണം. തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത്. പാന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുക് മുഴുവനായും പൊട്ടി വരുന്ന സമയത്ത് 1/4 ടീസ്പൂൺ ജീരകവും 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉഴുന്നുപരിപ്പിൻ്റെ കളർ ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ ഒരല്പം കറിവേപ്പിലയും 3 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. അടുത്തതായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കാമ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അടുത്തതായിട്ട് ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്ത് 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. 5 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കാമ്പ് തോരൻ ഇവിടെ റെഡിയായി. വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു പച്ചക്കറിയാണിത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ മസ്റ്റായിട്ടും കഴിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് കാമ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊരു തോരൻ ഉണ്ടാക്കി നോക്കുമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യുക. ഇതുപോലുള്ള നല്ല കിടിലൻ റെസിപ്പീസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.